പ്രൈസ് ദി ലോർഡ്. വേഗം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവമക്കും അറിയിക്കുന്നു. ഈ പ്രഭാസമയത്ത് ദൈവമക്കളുമായി ഷെയർ ചെയ്യ ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം ഇയ്യോബ് 11:16-17. അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. നിന്റെ ആയുസ് മധ്യാഹ്നത്തെക്കാൾ പ്രകാശിക്കും, ഇരുൾ പ്രകാശം പോലെ ആകും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യം പ്രഭാതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി നന്ദി പറയാം. ഈ ഒരു വാക്യം അനുഗ്രഹിക്കപ്പെട്ട പ്രോമിസ് അല്ലേ. ഈ ലോക ജീവിതത്തിൽ നേർമയോടെയും വിശ്വസ്തതയുടെയും ദൈവസന്നിധിയിൽ മുറുകെ പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനേകം കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരും അല്ലേ. അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കും അല്ലേ. നീ ദൈവത്തെ വിളിച്ചിട്ട് എന്തായി, അല്ലെ ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് കൽപ്പനകൾ അനുസരിച്ച് നടന്നിട്ട് നിന്റെ ജീവിതം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിന്റെ ജീവിതത്തിലാണല്ലോ ഒത്തിരി കഷ്ടതകൾ എന്ന് പറഞ്ഞ് പലപ്പോഴും അല്ലേ നമ്മളെ ചിലർ കുറ്റപ്പെടുത്തും, ചിലർ സഹതാപത്തോടെ ചോദിക്കും അല്ലേ. പല രീതിയിൽ നമ്മുടെ അടുത്ത് ചില വർത്തമാനങ്ങളുമായിട്ട് അടുത്ത് വരുമ്പോൾ നമുക്ക് ചില സമയം ഭയങ്കരമായ മനോഭാരം ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ടല്ലേ. കാരണം നമ്മൾ മനുഷ്യരാ, അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടങ്ങൾ സംഭവിച്ചു പോകും അല്ലേ. ആ സമയത്ത് കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രോമിസ ഈ ഒരു വാക്യം നമ്മൾ ഓർക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിരാശ കടന്നു വരത്തില്ല. എത്ര പിശാച് പ്രശ്നങ്ങൾ കൊണ്ടിട്ടാലും നമ്മൾ ഭയപ്പെടുകയില്ല. കാരണം എന്താ ഈ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതെ നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. നമുക്കറിയാം ഒഴുകിപ്പോയ വെള്ളത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒഴുകിപ്പോയ വെള്ളം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയത്തില്ല. അത് കടന്നു പോയി, അത് ആരാലും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല അല്ലേ. അത് ആരെ കൊണ്ട് പിടിക്കാൻ പറ്റും? അത് സൃഷ്ടിക്കുകയും ആ ഒരു നദിക്ക് അലോഡ് ചെയ്ത ദൈവത്തെ കൊണ്ട് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെ ദൈവത്തിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ നമ്മൾ നദിയുടെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തോടിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ എവിടെ പോയി നിന്നാലും അത് നമ്മളെ പാസ് ചെയ്ത് കഴിഞ്ഞ വെള്ളം പിന്നെ ഒരിക്കലും നമ്മൾ കണ്ണിൽ കാണുകയില്ല. അത് കഴിഞ്ഞു പോയി, പിന്നെ പുതിയതാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഒരു അവസ്ഥയാണ് പറയുന്നത്, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കുന്നു. നമ്മൾ ആ നദിയിലേക്ക് നോക്കുമ്പോൾ ആ വെള്ളത്തെ ഒരു സെക്കൻഡ് നമ്മൾ കാണുവാണെങ്കിൽ അത് കണ്ടു, അത് മറിഞ്ഞു പോയി അല്ലേ. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഓർക്കുന്നില്ല. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ വെള്ളമാണ് നമ്മൾ കാണുന്നത്, പുതിയ പുതിയ ആ വെള്ളത്തുള്ളികളാണ് നമ്മൾ കാണുന്നല്ലേ. അതുപോലെ തന്നെയാണ് കർത്താവ് പ്രോമിസ് തരിക. ഇന്നും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടെങ്കിൽ ആ ഒരു വെള്ളം ഒഴുകിപ്പോയതുപോലെ ആയി തീരുമെന്ന്. അതായത് ആ ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് കർത്താവ് മാറ്റിത്തരും. നമുക്കത് ചിന്തിക്കാൻ പോലും സമയം തരാത്ത அளவுക്ക് കർത്താവ് നമ്മളെ കൊണ്ട് നിറയ്ക്കും. ഒന്നു മാത്രമുണ്ട്, കഷ്ടതകൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ദൈവസന്നിധിയിൽ സഹിച്ചു നിൽക്കാനുള്ളൊരു ശക്തി, ഒരു കൃപ മാത്രം ദൈവത്തോട് നമ്മൾ ചോദിച്ച് നമ്മൾ വ്യക്തമായി ദൈവസന്നിധിയിൽ നേരോടെ വിശ്വസ്തോടെ നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കഷ്ടതകൾ വെള്ളം പോലെ അത് ഒഴുകിപ്പോകും, അതൊരിക്കലും തിരിച്ചു വരത്തില്ല. പോയ രീതിയിൽ തന്നെ അത് കടന്നു പോകാൻ തക്കണം ദൈവം ഇടയാക്കി തീരും. അതുപോലെ തന്നെ താഴോട്ട് വായിക്കുമ്പോഴുണ്ട്, നിന്റെ ആയുസ് മധ്യാഹ്നത്തെക്കാൾ പ്രകാശിക്കും അല്ലേ. നമുക്കറിയാം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രകാശം തരുന്നല്ലേ. ഒന്ന് സൂര്യനും രാത്രി ചന്ദ്രനും അല്ലേ. ആ ചന്ദ്രനെ പോലും നമുക്ക് നോക്കാൻ ഒരു പക്ഷേ പറ്റും. അതേ സമയത്തിന് ഒരു സൂര്യനെ ഒരു കറക്റ്റ് ഉച്ചയായ സമയത്ത് ആ ഒരു ആഫ്റ്റർനൂൺ സമയത്ത് നമ്മൾ ഇറങ്ങി നിന്ന് സൂര്യനെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ തീ പോലെ പ്രകാശിക്കുന്ന ഒരു സമയമല്ലേ. മാക്സിമം നമുക്ക് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. നല്ലൊരു സൂര്യൻ പ്രകാശിച്ച് ചൂടോടെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് വെളിയിലേക്ക് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. ആ രീതിയിൽ പ്രകാശിച്ച് ശോഭിച്ച് നിൽക്കുന്ന ഒരു സൂര്യന് തുല്യമായിട്ടാണ് നമ്മുടെ ആയുസിനെ കർത്താവ് ഇവിടെ കമ്പയർ ചെയ്തത്. ഒന്ന് മാത്രം ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുക. ആ രീതിയിൽ നമ്മുടെ ആയുസ് ശോഭിക്കാൻ തക്കണം ദൈവം ഇടയാകും. അതുപോലെ ഇരുൾ പ്രഭാതമായി മാറുമെന്നല്ലേ. അതൊരു ശരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഇരുളിൻ്റെ അനുഭവമായിരിക്കും അല്ലേ. എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ ഈ ഒരു പ്രകാശത്തിലേക്ക് ഞാൻ കടക്കും, ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ചില മനോഭാരങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലേ. അതിൽ നിന്ന് കർത്താവ് പൂർണ്ണമായിട്ട് വെളിയിൽ കൊണ്ടുവരുന്ന ഒരു പ്രഭാതമായിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട മറുപടിയായിട്ട് നമ്മൾ വെളിയിലേക്ക് വരുമെന്ന് കർത്താവ് ശക്തമായി ഒരു വാക്യത്തിലൂടെ ഇടപെടുക. ഒന്നു മാത്രം, നേരോടെ വിശ്വസ്തര ദൈവസന്നിധിയിൽ നിൽക്കുക. പിറുപിറുപ്പില്ലാതെ, ഒന്നും വാടിയ മുഖം കാണിക്കാതെ. കഷ്ടതകൾ വരുമ്പോൾ അത് സാരമില്ല, നാളെ എൻ്റെ നന്മയ്ക്കായി അത് തീരും എന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ടതകൾ വെള്ളം പോലെ ഒലിച്ചു പോകും. നമ്മുടെ ആയുസ് പ്രകാശം അല്ലെ, നല്ല മധ്യത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ നമ്മുടെ ആയുസ് പ്രകാശിക്കാനിടയാവും. നമ്മുടെ ഇരുൾ ചില വഴികൾ അല്ലെ, ആ ഒരു ക്ലോസായ വഴികൾ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും. ആ ഒരു തുറക്കുന്ന വഴിയിൽ കൂടെ നമ്മൾ വെളിയിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശമായി തീരും. നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസത്തിൽ നിന്നും എല്ലാം കർത്താവ് വിടുവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ലൈഫിലേക്ക് നമ്മൾ കടക്കുവാൻ തക്കണം ഇടയാവും. ഒന്ന് മാത്രം, നേരോടെയും വിശ്വസ്തയോടെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ പിറുപിറുപ്പില്ലാതെ
ദൈവത്തെ തള്ളിപ്പറയാതെ ആ കരങ്ങളിൽ, ആ ഒരു പാദത്തിൽ നമ്മൾ മുറുകെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കും. ഈ വചനത്താൽ എല്ലാ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ ചുരുക്കുന്നു. ആമേൻ.